അപ്പോൾ ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ട്രെൻഡ് ലൈൻ. അപ്പോൾ ട്രെൻഡ് ലൈൻ എന്താണെന്ന് മിക്കവർക്കും അറിയണ്ടാവും. പൊതുവെ ബേസിക് ആയിട്ട് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യണവർക്കായാലും ട്രെൻഡ് ലൈന് വെച്ചിട്ടാവും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. മോസ്റ്റ്ലി എല്ലാവർക്കും കേട്ട് പരിചയമുള്ള സംഭവം തന്നെയാവും ട്രെൻഡ് ലൈൻ. അപ്പോൾ ബേസിക്കലി ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഏരിയ കണ്ടുപിടിച്ചത് മൾട്ടിപ്പിൾ റിജക്ഷൻ വരുന്ന ഏരിയയാവും നമ്മൾ ട്രെൻഡ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഒരു ട്രെൻഡിൻ്റെ അകത്ത്, അതായത് ഇപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ട്രെൻഡ് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെയും ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. അപ്പോൾ ഓരോ വട്ടവും ഈ ഒരു ഏരിയ വരുമ്പോൾ റിജക്റ്റ് ചെയ്യണതുണ്ടോ, അപ്പോൾ അത് നമ്മളൊരു ട്രെൻഡിൻ്റെ ഉള്ളിൽ, അപ്പോൾ നമ്മളത് ട്രെൻഡ് ലൈനായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ട്രെൻഡ് ലൈൻ ഉദ്ദേശിക്കുന്നത് ബേസിക് ആയിട്ട് ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് തന്നെയാണ്. അതിപ്പോൾ നിങ്ങൾ കണ്ടോ, ഇവിടെ ഒരു ലൈനും ഇവിടെ രണ്ട്, ഇത് രണ്ടും ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്ത് പോവാണ്. അതിന് നമ്മൾ ട്രെൻഡ് ലൈൻ എന്ന് വിളിക്കുന്നത്. ഒരു ട്രെൻഡ് കണ്ടിന്യൂസ്, ഇപ്പോൾ ഇതൊരു ഡൗൺ ട്രെൻഡ് ആണ്, ആ ട്രെൻഡ് കണ്ടിന്യൂസ് ആയിട്ട് റിജക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു അടിപൊളി ട്രെൻഡ് ലൈൻ കിട്ടും. അപ്പോൾ വേണമെങ്കിൽ ഇനി മാർക്കറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ടച്ച് ചെയ്ത് ഈ ഒരു ലെവലെത്തിയിട്ട് റിജക്റ്റ് ചെയ്ത് പോവാം. പിന്നെ അടുത്തത് ഇവിടെ വരുന്നാവും നമ്മുടെ പ്രഡിക്ഷൻ. അതാവാം ഒന്നെങ്കിൽ ഇത് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താവും, ഇത് ക്യാരി ഫോർവേഡ് ചെയ്ത് അപ്പ് ട്രെൻഡ് ആവും, ട്രെൻഡ് ബ്രേക്ക് ചെയ്താൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞ സംഭവം പ്ലോട്ട് ചെയ്യണത്. ഓക്കെ, ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാനോ കൂടുതൽ ടെൻഷൻ അടിക്കാനുള്ള സംഭവമൊന്നുമില്ല. സംഭവം ഇത്രയുള്ള ഒരു കൂടുതൽ ഏരിയ റിജക്ഷൻ വരിക, അതൊരു ട്രെൻഡ് വൈസ് ആയിട്ട് കണ്ടിന്യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മൾ മെയിനായിട്ട് ട്രെൻഡ് ലൈനിൽ എങ്ങനെയാണ് നോക്കേണ്ടത്, ട്രെൻഡ് ലൈൻ എങ്ങനെ കാര്യങ്ങൾ നോക്കിയാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യമാണ് റീറ്റെയിൽ മെത്തേഡ്. അപ്പോൾ റീറ്റെയിൽ മെത്തേഡ് മിക്ക പേർക്കും എന്താ അറിയുണ്ടാവും. എന്നാലും ഞാൻ ഇപ്പോൾ നമ്മൾ മുന്നേ കാണിച്ചു തന്നിട്ടായിരുന്നു, എന്നാലും ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു ട്രെൻഡ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വേവ് ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യില്ലേ, ഇതൊരു ട്രെൻഡാണ്, ഇതൊരു ലൈനാണ്. അപ്പോൾ ഈ ഒരു ലൈനിൽ ഇതാണ് റീറ്റെയിൽ മെത്തേഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടായിരുന്നു, ഒന്നുകൂടി ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തന്നുള്ളൂ, ഒന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു മെയിനായിട്ട് ട്രെൻഡ് ലൈൻ നോക്കേണ്ടത് റീറ്റെയിൽ മെത്തേഡാണ്. അതായത് റീറ്റെയിൽ മെത്തേഡിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് ലൈൻ വരയ്ക്കാം. അതാണ് ട്രെൻഡ് ലൈനിൽ റീറ്റെയിൽ മെത്തേഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് മിക്സിങ്. മിക്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഇപ്പോൾ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഒരു സ്റ്റോറി ലൈനിൽ കണ്ടുപിടിച്ച് നമ്മളിപ്പോൾ ഒരു CSNR ലെവൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു POI നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ POIക്ക് നമ്മൾ വിചാരിക്കണ പോലെ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാലത്തെ കാര്യമാണ് നമ്മൾ മിക്സിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ മിക്സിങ് യൂസ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് ഞാൻ എക്സാമ്പിൾ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു SNR ലെവൽ മാർക്ക് ചെയ്തു. അപ്പോൾ മാർക്കറ്റ് ഒരു റൺ ത്രൂ തന്നു. അതായത് എക്സാമ്പിൾ ഇങ്ങനെ ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു, ഒരു SNR ലെവൽ ക്രിയേറ്റ് ചെയ്തു, സ്റ്റിൽ അതൊരു ഫ്രഷ് ലെവലായിട്ട് നിൽക്കുക. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് ഹ്യൂജ് ഒരു വിക്ക് തന്നിട്ട് ലാസ്റ്റ് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് മേളിക്ക് പോകും. അപ്പോൾ മോസ്റ്റ് എല്ലാവരുടെയും ഡൗട്ടാണ് ഇതിപ്പോൾ ഇവിടെ ഇത്ര ഡ്രോ ഡൗൺ വന്നത് എന്തുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് നമ്മൾ മിക്സിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു ഹയർ ടൈം ഫ്രെയിം നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഹ്യൂജ് ഒരു അടിപൊളി ട്രെൻഡ് ലൈൻ ഉണ്ടാവും. അത് ടച്ച് ചെയ്തിട്ടാവും മാർക്കറ്റ് മേളിക്ക് പോവുക. അതാണ് മോസ്റ്റ്ലി ഇപ്പോൾ സ്റ്റോറി ലൈൻ കണ്ടവർക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് വന്നത് അതിലാവും. ഈ ഹ്യൂജ് ഡ്രോ ഡൗൺ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് SL ഹിറ്റ് ആവില്ലേ, അതൊക്കെ ഒരു ഡൗട്ടാവും. പക്ഷേ ഇതാണ് അതിൻ്റെ ബാക്കിലുള്ള ഏറ്റവും ഒരു സംഭവം. അതായത് ട്രെൻഡ് ലൈൻ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കി കഴിഞ്ഞാൽ ആ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ചെയ്തിട്ട് നല്ലൊരു ബുള്ളിഷ് മൂവ് തരും. അതാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ട്രെൻഡ് ലൈൻസിലൂടെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാര്യമൊന്നുമില്ല, അപ്പോൾ നമ്മുടെ ബയേഴ്സ് ബുള്ളിഷാണ്, അപ്പോൾ നമ്മൾ ബുള്ളിഷ് ട്രേഡ്സ് ആണല്ലോ നോക്കുക. അപ്പോൾ നമ്മളൊരു CSNR ലെവൽ കിട്ടി, അത് കഴിഞ്ഞിട്ട് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ അതിൻ്റെ ഒപ്പം ഒരു ട്രെൻഡ് ലൈനും കൂടി ഉണ്ടോ എന്നും കൂടി നോക്കുക. അപ്പോൾ നമുക്ക് ഹ്യൂജ് ഡ്രോ ഡൗൺസ് ഒക്കെ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നല്ലൊരു ട്രേഡ് ഇപ്പോൾ സംഭവം ക്യാൻഡിൽ സ്റ്റിക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഈ ട്രെൻഡ് ലൈൻ തട്ടിയിട്ടാവും നല്ലൊരു ഹ്യൂജ് മൂവ് നടക്കുക. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളൊരു SNR ലെവൽ മാത്രം കണ്ടുപിടിച്ചിട്ട് അവിടെ ടച്ച് ചെയ്തിട്ട് കറക്റ്റ് ഇങ്ങനെ മേളിക്ക് പോകണമെന്നൊന്നുമില്ലല്ലോ. കുറച്ചൊക്കെ ഇപ്പോൾ ഡൗൺ ആയിട്ട് വന്ന് പിന്നെ അങ്ങോട്ട് കയറി പോവില്ല.
അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ സംഭവമാണ് ട്രെൻഡ് ലൈൻ. അപ്പോൾ ട്രെൻഡ് ലൈൻ വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സ്നൈപ്പർ ഷോട്ട് ഇവിടുന്ന് കിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഒരു ഡ്രോ ഡൗൺ ഒക്കെ വരുമ്പോൾ കറക്റ്റ് ഒരു ക്യാൻഡിലൊക്കെ ഇവിടെ തട്ടി മേളിക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അതാണ് കുറേ ഡ്രോ ഡൗൺ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് സംഭവം മിക്സിംഗ് ആണ്, ട്രെൻഡ് ലൈൻ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ഏതൊക്കെ ടൈം ഫ്രെയിമിൽ യൂസ് ചെയ്യേണ്ടതെന്നും ഡൗട്ട് ഉണ്ടാവും. നമുക്ക് മന്ത്ലി, വീക്ക്ലി, ഡെയിലി അതിലൊക്കെ വെച്ച് ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ട്രെൻഡ് ലൈൻ വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ചെറിയ ടൈം ഫ്രെയിം യൂസ് ചെയ്യാം, പക്ഷേ മോസ്റ്റ്ലി ഞാൻ പ്രിഫർ ചെയ്യുക ഹയർ ടൈം ഫ്രെയിം ആവും. കാരണം അതാവും നമുക്ക് കൂടുതൽ പ്രോബബിലിറ്റി തരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രെൻഡ് ലൈനിൽ മെയിനായിട്ട് നോക്കേണ്ട എന്തൊക്കെയാണ്? റീറ്റെയിൽ മെത്തേഡ്, പിന്നെ മിക്സിങ്ങും. അപ്പോൾ നമ്മൾ ട്രെൻഡ് ലൈനിൽ മെയിനായിട്ട് നോക്കേണ്ടത് റീറ്റെയിൽ മെത്തേഡിലെ ട്രെൻഡ് ലൈനും പിന്നെ മിക്സിങ്ങും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഓക്കെ, കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് കാണാലോ ലൈൻ ചാർട്ട്സ് കൂടെയാണ് നമ്മൾ മെയിനായിട്ട് ട്രെൻഡ് ലൈൻസ് കണക്ട് ചെയ്യുക. നമുക്ക് കൂടുതൽ ഹയർ ടൈം ഫ്രെയിമിൽ ലൈൻ ചാർട്ട് ഇട്ടിട്ട് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ട്രെൻഡ് ലൈൻ കിട്ടും. പിന്നെ നമുക്ക് നല്ല നല്ല ട്രേഡ്സ് അവിടെ ടച്ച് ചെയ്ത് പോകാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ലൈൻ ചാർട്ടിലാണ് മെയിനായിട്ട് നമ്മൾ ട്രെൻഡ് ലൈൻ നോക്കേണ്ടത്. ഓക്കെ, പിന്നെ രണ്ടാമത് CSNR ലെവൽ പോയിന്റ്സ്. അത് എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ. അപ്പോൾ ആ ലൈൻസ്, അതായത് A ഷേപ്പ്, V ഷേപ്പ്, അതൊക്കെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുക. ഓക്കെ, പിന്നെ എൻഗൾഫിങ് ഇതിലെല്ലാത്തിലും എൻഗൾഫിങ് കൂടി ഉണ്ടെങ്കിൽ പിന്നെ നല്ല പെർഫെക്റ്റ് ട്രേഡ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ട്രെൻഡ് ലൈനിൽ നോക്കേണ്ട കാര്യം. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാനൊന്നുമില്ല, ഒരു ഈസി ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ട്രെൻഡ് ലൈൻ മാത്രം യൂസ് ചെയ്തിട്ടൊക്കെ ട്രേഡ് ചെയ്യാം. സംഭവം നല്ല പ്രോബിലിറ്റിയുള്ള സംഭവം തന്നെയാണ്. പക്ഷെ നമ്മൾ MSNRൽ ട്രെൻഡ് ലൈനും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടി കറക്റ്റ് ട്രേഡ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ടിലൊന്ന് നോക്കി വെക്കാം എങ്ങനെയാണ് ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സംഭവം എന്താ? നമ്മൾ ലൈൻ ചാർട്ടിലാണ് മെയിനായിട്ട് നോക്കുക. ഓക്കെ, ഇതാണ് ലൈൻ ചാർട്ട്. ഓക്കെ, ക്ലിയർ. ഇതിലാണ് നമ്മൾ ട്രെൻഡ് ലൈൻ പ്ലോട്ട് ചെയ്യുക. ക്ലിയർ ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് A ഷേപ്പ്, V ഷേപ്പ് ഒക്കെ നല്ല ഇതിൽ മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ ലൈൻ ചാർട്ടിലാണ് കൂടുതൽ ട്രെൻഡ് ലൈന് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് ട്രെൻഡ് ലൈന് നോക്കി നോക്കാം. ഇതൊരു അടിപൊളി ട്രെൻഡ് ലൈനാണ്. ഓക്കെ, ക്ലീൻ ട്രെൻഡ് ലൈനാണ്. ഞാൻ പറഞ്ഞ പോലെ A ഷേപ്പും V ഷേപ്പുമാണ് ട്രെൻഡ് ലൈനിൽ കണക്ട് ചെയ്യുക. പക്ക ട്രെൻഡ് ലൈന്. പിന്നെ അടുത്ത ട്രെൻഡ് ലൈന് ഇതൊരു V, ഇതൊരു നല്ലൊരു ട്രെൻഡ് ലൈനാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു V ഷേപ്പ് ഉണ്ട്, ഇവിടെ ഒരു V ഉണ്ട്. ഇതും നമുക്കൊരു ട്രെൻഡ് ലൈനായിട്ട് എടുക്കാം. ഇതൊരു V, അല്ല, ഇത് നല്ലൊരു ട്രെൻഡ് ലൈനാണ്. പിന്നെ ഇതൊരു V, നല്ലൊരു ട്രെൻഡ് ലൈനാണ്. മന്ത്ലി ബേസിസിലാണ് ഈ ട്രെൻഡ് ലൈനൊക്കെ നോക്കണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഫാക്ടേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ലൈൻ ചാർട്ട് ട്രെൻഡ് ലൈനൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്കിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം ഇതിനും ഐഡന്റിഫൈ ചെയ്തു. കണ്ട, നല്ലൊരു അടിപൊളി ട്രെൻഡ് ലൈൻ അല്ലേ. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഇവിടെ ഒരു ഫ്രഷ് ലെവൽ ഉണ്ടോ നോക്കാം. ഇവിടെ ഒരു ഫ്രഷ് ലെവൽ ഉണ്ട്. ഓക്കെ, അത് അൺമിറ്റിഗേറ്റഡ് ആണ്, സ്റ്റിൽ ഫ്രഷ് ആണ്, മിറ്റിഗേഷൻ നടന്നിട്ടില്ല, ടച്ച് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെ വളരെ ഹൈ ആണ്. കണ്ടോ, അപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് റിജക്ഷൻ വന്നതാണ്ട. ഓക്കെ, മെയിനായിട്ട് ട്രെൻഡ് ലൈനാണ് നോക്കുന്നത്, എന്നാലും അവിടെ മാർക്കറ്റ് വന്നിട്ട് റിജക്ഷൻ വന്നതാണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും മാർക്കറ്റ് ഇവിടെ വരെ വരാനുള്ള കാരണം എന്താണ്. ഇവിടെ ഒരു വിക്ക് കണ്ടോ. നമ്മൾ വേണമെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലിയർ ആയി കിട്ടും. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ഈ ലോങ് വിക്ക് മന്ത്ലിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രഷ് ലെവൽ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് വീക്കിൽ ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, ആ ലോങ് വിക്ക് മന്ത്ലിയിൽ തന്നിട്ടുണ്ടായിരുന്നില്ലേ,
ആ വിക്കിൽ നമ്മൾ വീക്കിലി ടൈം ഫ്രെയിം ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ഫ്രഷ് ലെവൽ കിട്ടും. കണ്ടോ? അപ്പോൾ കറക്റ്റ് വീക്കിലിയിൽ നമ്മൾ നോക്കിപ്പോണ്ട, കറക്റ്റ് അവിടെ വന്ന് റിജക്ഷൻ തന്നു. അപ്പോൾ പുതിയ പുതിയ ഫ്രഷ് ലെവൽസ് ഉണ്ടാവാണ്. കണ്ട, ഇവിടെ ഒരു അടുത്ത ഒരു ഫ്രഷ് ലെവൽ ഉണ്ടായി. കണ്ടോ? അതും കറക്റ്റ് മാർക്കറ്റ് ടച്ച് ചെയ്ത് ഹ്യൂജ് റിജക്ഷനാണ് തന്നുള്ളത്. കാരണം ഇതൊക്കെ അൺഫ്രഷ് ആയി പോയി. കണ്ട, അതൊക്കെ കയറി ഇതൊക്കെ അൺഫ്രഷ് ലെവലായി. അപ്പോൾ ഇവിടെ മാർക്കറ്റ് മന്ത്ലി വന്നു, നമുക്കൊരു ഒരു പുതിയ ഫ്രഷ് ലെവൽ തന്നു, അവിടെ ടച്ചായി റിജക്ഷൻ. കണ്ട, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. നമുക്ക് ട്രെൻഡ് ലൈൻ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ ഒന്നും കൂടിയും സിമ്പിളാവും. അതാണ് നമ്മൾ ട്രെൻഡ് ലൈനും കൂടിയും CSNR ലെവൽസിലൊക്കെ മിക്സ് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റ് ഏത് വരെ പോയി എന്നും വേണമെങ്കിൽ നോക്കാം. നമുക്ക് അടുത്ത റൺ ത്രൂ കണ്ട, നമ്മളടുത്ത ട്രെൻഡ് ലൈൻ വരച്ചിട്ടില്ല, ആ ഒരു ലെവൽ വരെ റൺ ത്രൂ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ മിക്സിംഗ് അപ്പ് ഇതിലെങ്ങനെ ചെയ്യാന്ന് ഒന്നും കൂടി പറഞ്ഞുതരാം. ഓക്കെ, ഇനി മിക്സിംഗ് അപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു മന്ത്ലി ടൈം ഫ്രെയിം എടുത്തു. ഞാനിപ്പോൾ മന്ത്ലി ടൈം ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ മന്ത്ലി എനിക്കിപ്പോൾ സ്റ്റോറി ലൈൻ കിട്ടി, ഞാനൊരു ലെവൽ കണ്ടെത്തി. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത POI എവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്രഷ് ബ്രേക്ക് ഔട്ട് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് SNR ഉണ്ട്. ഇതിപ്പോൾ ഞാൻ മന്ത്ലി POIs ആണ് മാർക്ക് ചെയ്ത് വെച്ചില്ല. അപ്പോൾ എൻ്റെ അടുത്ത പ്രൊഡിക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ഇതാണ് എൻ്റെ POIs. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അതുകൊണ്ട് ഞാൻ ഫുൾ എന്താണ് ബുള്ളിഷ് മൂവ് ആണ് നോക്കുക. അപ്പോൾ ഞാൻ ഇനി അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് ഇതുവരെ വരുമോ ഇല്ലയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ ഒരു 4 hour എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ 4 hour ചാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ബൈ സെറ്റപ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഓൾറെഡി ബുള്ളിഷ് ആണല്ലോ. അപ്പോൾ നമ്മൾ ബൈ സെറ്റപ്സ്, ഇപ്പോൾ മാർക്കറ്റ് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് അപ്പ് പോവാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് മേളിക്ക് പോവാം. അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് നോക്കാന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ചാൻസ് ഉണ്ടോ നോക്കുമ്പോൾ നമ്മൾ ലൈൻ ചാർട്ട് ഇട്ട് കഴിഞ്ഞാൽ നോക്കാം. കറക്റ്റ് മാർക്കറ്റ് അങ്ങോട്ട് എത്തുമ്പോൾ ഇവിടെ വേണ്ട ഒരു ബ്രേക്ക് ഔട്ട് തന്നു. ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് സെൽ എൻട്രി നോക്കാം. അത് ഞാൻ എൻട്രി ഭാഗത്ത് പറയും. പക്ഷേ വേണ്ട, ബ്രേക്ക് ഔട്ട് തന്നുകൊണ്ട് കറക്റ്റ് മാർക്കറ്റ് ഡൗൺ ആണ്, ഫുള്ള് ഡൗൺ ആണ്. നമുക്ക് ഇവിടെ നിന്നൊന്നും ബൈ എൻട്രി നോക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്നു, ഇത് റെസ്പെക്ട് ചെയ്തില്ല. അതുകൊണ്ട് ബ്രേക്ക് ഔട്ട് തന്നുകൊണ്ട് നമ്മളെന്താ ബുള്ളിഷ് നോക്കണില്ല. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഈ ലൈൻ വരെയൊക്കെ വരുമോ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ട്രെൻഡ് ബ്രേക്ക് ആയതുകൊണ്ട് നമ്മളെന്തായി, നമ്മുടെ മൂവ് എന്തായി ബെയറിഷ് ആവണം ഫോർ കുറച്ച് സമയത്തിന് മാത്രം. കാരണം ഈ ബെയറിഷ് എന്തായാലും ഈ മന്ത്ലി സ്റ്റോറി ലൈൻ വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ എന്തായാലും മേളിക്ക് പോകാനാണ് ചാൻസ്. അതുകൊണ്ട് നമ്മൾ ഈ മന്ത്ലി സപ്പോർട്ട് ലെവൽ വരെ നമ്മൾ ബെയറിഷ് ആണ് നോക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ സപ്പോർട്ട് ലെവൽ വന്നു, ഇനി അപ്പ്. കണ്ട, നമ്മൾ ആ ഒരു കുറച്ച് സമയത്തിന് വേണ്ടി നമ്മൾ ബെയറിഷ് മൂവ് ആണ് നോക്കിയത്. പിന്നെ നമ്മൾ ഈ സപ്പോർട്ട് ലെവൽ എത്ര വരെയാണ് നമ്മൾ ബെയറിഷ് നോക്കുള്ളൂ എന്ന് പറഞ്ഞ് വേണ്ട, കറക്റ്റ് സപ്പോർട്ട് ലെവലെത്തി ഫുള്ള് ബുള്ളിഷ് മൂവ് ആയി. നമുക്ക് TP ആണെങ്കിൽ ഈ ഹൈ വരെ ഒക്കെ കീപ്പ് ചെയ്യാം. ഓക്കെ, ഈ ഹൈ വരെ ഒക്കെ കീപ്പ് ചെയ്യാം. പിന്നൊക്കെ ഓൾ ടൈം ഹൈ ആണ് പോണത്. ഓക്കെ, ക്ലിയർ. സംഭവം ട്രെൻഡ് ലൈന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. അടുത്ത ടോപ്പിക്ക് എൻട്രീനെ പറ്റിയിട്ടാവും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒക്കെ കണ്ട് ക്ലിയർ ആയിട്ട് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.